ഞാനിന്ന് വഴുതനങ്ങ ഉപയോഗിച്ചിട്ട് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പുളിശ്ശേരിയുടെ വീഡിയോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഇത് വെജിറ്റേറിയൻസിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. ഇത് വളരെ ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ മാമ്പഴ പുളിശ്ശേരിയും അല്ലെങ്കിൽ നേന്ത്രപ്പഴം കൊണ്ടും അതേപോലെ പൈനാപ്പിൾ കൊണ്ട് ഒക്കെ പുളിശ്ശേരി ഉണ്ടാക്കാറുണ്ട്. അതേപോലെ തന്നെ നമുക്കിത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് 3 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വഴുതനങ്ങ അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ ഇത് ആദ്യം തന്നെ നമ്മൾ ഒന്ന് ടാപ്പ് വാട്ടറിൽ കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളത്തിൽ ഒരു 20 മിനിറ്റോളം നമുക്ക് മുക്കി വെക്കാം. അപ്പോൾ ആ വെള്ളത്തിൽ ഞാൻ കുറച്ച് വിനെഗറും കുറച്ച് മഞ്ഞൾപ്പൊടിയും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 20 മിനിറ്റിന് ശേഷം അതൊന്നും കൂടിയും കഴുകിയിട്ട് നമുക്ക് കുറച്ച് വലിയ പീസാക്കി തന്നെ മുറിച്ചെടുക്കണം. അപ്പോൾ കുറച്ച് നീളത്തിലുള്ള പീസാക്കിയിട്ട് മുറിച്ചെടുക്കുക. ചെറിയ വഴുതനങ്ങയൊക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് 2 കഷ്ണമാക്കണ്ട, നേരിട്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം. വലുതാണെങ്കിൽ നടുവിൽ നമ്മൾ ഒന്ന് കട്ട് ചെയ്തിട്ട് വീണ്ടും ഒരു 3-4 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും ഒന്ന് തേച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 ടീസ്പൂണ് ഉപ്പും ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ മിക്സാക്കി കൊടുത്തു. ഇനി നമുക്ക് ഒരു പാന് സ്റ്റവിൽ വെച്ചിട്ട് നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കണം എന്ന് പറയാൻ പറ്റില്ല, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അപ്പം നമ്മൾ പാന് നല്ലപോലെ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വഴുതനങ്ങ വെച്ചതിന് ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇതൊരു മൂടി വെച്ച് അടച്ചിട്ട് ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടും. അപ്പോൾ അതൊന്ന് വെന്തിട്ടുണ്ട്, ഫുള്ള് വെന്തിട്ടുണ്ട്. എന്നാൽ ഇത് നല്ല ഫ്രൈ ആയിട്ടില്ല. ആ ഒരു ലെവലിൽ നിങ്ങളിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമുക്ക് ആവശ്യത്തിന് വേവായി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഫുള്ള് കോരി മാറ്റാം. അതിനുശേഷം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. കാരണം നമ്മൾ ഈ പാത്രത്തിൽ തന്നെയാണ് ഇവിടെ നമുക്ക് പുളിശ്ശേരി തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇത് നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുന്നത്. അപ്പോൾ ഇത് കോരി മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങയൊക്കെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് നാളികേരം ചിരകിയതെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 5-6 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, അതും നമുക്ക് ഈ മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുത്തു. പിന്നെ ഉലുവയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂണ് ഉപ്പ്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് തേങ്ങയ്ക്ക് ഒരു 1.5 കപ്പ് മോര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ തൈരല്ല ഒഴിച്ചു കൊടുക്കുന്നത്, മോരാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ 2 പച്ചമുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂടിയിട്ട് നമ്മൾ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുക. നല്ല പോലെ തന്നെ അടിച്ചെടുക്കണം ഇവ എല്ലാം കൂടിയിട്ട്. അതിനുശേഷം നമുക്ക് ഇത് ഇപ്പം നമ്മൾ പാന് മാറ്റി വെച്ചിട്ടില്ലേ, നമ്മളിപ്പോൾ വഴുതനങ്ങ പൊരിച്ച ആ പാനിലേക്ക് തന്നെ നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ സമയത്ത് ഉപ്പൊക്കെ നിങ്ങൾ കുറവൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇടണം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട്, ഇപ്പോൾ ഉപ്പൊക്കെ ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് ഞാൻ പിന്നെ വേറെ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇനി ഈ വഴുതനങ്ങയും ഈ മോരും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. നല്ലപോലെ മിക്സാക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാൻ വെക്കുക. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതി. ആ സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഓവർ തിളയ്ക്കേണ്ട കാര്യമില്ല. ഇതിൽ തേങ്ങ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് കുറച്ചൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. അപ്പോൾ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഇത് ചൂടിൽ നിന്നും മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വറവ് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇവിടെ എടുക്കണില്ല. ചെറിയ ഉള്ളി നേരത്തെ ഇട്ടെടുത്ത് കൊടുത്തത് കൊണ്ട് ഞാനിപ്പോൾ ചെറിയ ഉള്ളി വറവിന് ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഒരു പാന് നമുക്ക് സ്റ്റവിൽ വെച്ചിട്ട് അതിൽ 1 ടേബിൾ ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് 2 അല്ലെങ്കിൽ 3 വറ്റൽമുളക് അതൊന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. പിന്നെ 2 തണ്ട് കറിവേപ്പില അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവയെല്ലാം കൂടിയിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്കിപ്പോൾ റെഡിയായ നമ്മളെ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മളെ ടേസ്റ്റി വഴുതനങ്ങ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്യണം.